ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലേണേഴ്സിന് ഒക്ടോബർ 1 മുതൽ മാറ്റം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. MVD ലീഡ്സ് ആപ്പിനെ കുറിച്ചിട്ടുള്ള വിശദീകരണമാണ് ഈ വീഡിയോയിലുള്ളത്. പ്ലേ സ്റ്റോറിൽ MVD ലീഡ്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. നെയിം, അതുപോലെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID കൊടുക്കണമെന്നില്ല. അതുപോലെ RTO എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് വരുന്നത്. ഏറ്റവും മുകളിലായിട്ട് മലയാളം എന്ന് കണ്ടു. അവിടെ നമുക്ക് ലാംഗ്വേജ് മാറ്റാനായിട്ട് സാധിക്കും. ഞാനിവിടെ മലയാളമാണ് കൊടുക്കുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് എന്ത് എങ്ങനെ എന്നാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഡ്രൈവിംഗ് തിയറി, അതുപോലെ എങ്ങനെയാണ് വാഹനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ, റോഡുകളും റോഡ് മാർക്കിങ്ങുകളും, ഇതുപോലെ നമുക്ക് കുറേ എണ്ണം വരും. ഡ്രൈവിംഗ് തിയറി എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങളെല്ലാവരും ഇതൊന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. ഇതുപോലെ എല്ലാം ക്ലിക്ക് ചെയ്ത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഹോം പേജിലേക്ക് പോകാം. നെക്സ്റ്റ് ട്രാഫിക് ചിഹ്നങ്ങൾ എന്നാണ്. താഴെ കണ്ടോ, വിവരദായക, അതുപോലെ മാൻഡറ്ററി, കോഷണറി, മറ്റ് ചിഹ്നങ്ങൾ, അങ്ങനെ നമുക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ സിഗ്നലായിട്ട് കാണാനായിട്ട് സാധിക്കും. സിഗ്നൽസ് എല്ലാം നമുക്ക് ഇതിൽ തന്നെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാൻഡറ്ററി, കോഷണറി, സൈൻ, അതുപോലെ മറ്റ് ചിഹ്നങ്ങൾ, അങ്ങനെ എല്ലാത്തിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഹോം പേജിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് ലേണേഴ്സ് ചോദ്യാവലിയാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോ ലെവലായിട്ട് കാണാനായിട്ട് സാധിക്കും. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, അങ്ങനെ ലെവൽ 35 വരെ നമുക്ക് ലോക്ക് ഇല്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ലോക്ക് ഓപ്പൺ ആവാതിരിക്കും. ലെവൽ 1 എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. 20 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുന്നത്. ഇതുപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഓപ്ഷൻ കറക്റ്റായി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്തത് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെയാണ് ലേണേഴ്സ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹോം പേജിലേക്ക് വരാം. അടുത്തതാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. മോക്ക് ടെസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ വരും. നിർദ്ദേശങ്ങൾ നോക്കാം. ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 30 ആണ്. ഓരോ ചോദ്യത്തിനും 30 സെക്കൻഡാണ് അനുവദിച്ചിരിക്കുന്നത്. ആകെ സമയമുള്ളത് 15 മിനിറ്റ് ആണ്. പാസ്സാകാനുള്ള മാർക്ക് എന്ന് പറയുന്നത് 60% മാർക്ക് വേണം. 30 ക്വസ്റ്റ്യനിൽ 18 ക്വസ്റ്റ്യൻ ശരിയായ ഉത്തരങ്ങൾ നൽകണം. ചോദ്യങ്ങളുടെ വിധം: ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷനുകൾ ഉണ്ടാകും. ഏറ്റവും അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കണം. പരീക്ഷാ സമാപനത്തിനു ശേഷം നിങ്ങളുടെ സ്കോർ കാണപ്പെടും. 60% മാർക്ക് നേടുന്നവർ മാത്രമേ പാസ്സായിരിക്കൂ. ഓരോ ചോദ്യവും സൂക്ഷ്മമായി വായിച്ച് 30 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഏറ്റവും ശരിയായ ഉത്തരം നൽകുക. ഇതുപോലെയാണ് ലേണേഴ്സിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത്. മേലെ ടൈം ഉണ്ട്. അതുപോലെ 30 ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. അതുപോലെ 4 ഓപ്ഷൻസും ഉണ്ട്. ഓരോ ഓപ്ഷൻസും കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് പോവുക. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ തത്സമയ റോഡ് സുരക്ഷ ക്വിസ്, റോഡ് സുരക്ഷ പരീക്ഷ, കൺസെഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ DL സസ്പെൻഡ് ആയോ എന്നൊക്കെ നമുക്കിതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ ലേണേഴ്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഓരോ ലെവലായിട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.